نور على نور. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا يا رب العالمين. ഈ ഇൽമിൻ്റെ സദസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ആഖിറത്തിൽ അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹദീസ് നിഷേധം നമ്മുടെ നാടുകളിൽ വളരെ വ്യാപകമായി പ്രചരിക്കുന്ന ഈ കാലത്ത് ഹദീസിനെ സംബന്ധിച്ചും ഹദീസിൻ്റെ പ്രാമാണികതയും എങ്ങനെയാണ് ദീനിൽ ഹദീസിനോടുള്ള സമീപനമെന്നും അതേപോലെ തന്നെ ഹദീസിനെ നിഷേധിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചും വിശദീകരിക്കുന്ന ഈ സദസ്സിൽ ആദ്യം വിഷയം സൂചിപ്പിക്കുന്നത് ഹുജ്ജിയത്തു സുന്ന, സുന്നത്തിൻ്റെ പ്രാമാണികത. നമ്മുടെ കേരളക്കരയിൽ ഹദീസുകളെ പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ നിഷേധിക്കുന്ന ഒരു ചിന്ത വളരെ വ്യാപകമായി ഇന്നുണ്ട്. കേരളക്കരയിൽ അതിന് തുടക്കം കുറിച്ചത് ചേകന്നൂർ മൗലവിയാണ്. അദ്ദേഹത്തിൻ്റെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന സംഘടന, അതായിരുന്നു ഹദീസ് നിഷേധത്തിൻ്റെ കേന്ദ്രം. അദ്ദേഹത്തിൻ്റെ പ്രധാന വാദങ്ങൾ ദീനുൽ ഇസ്ലാമിൽ മതപരമായ കാര്യങ്ങൾ തീരുമാനിക്കാൻ ആധികാരിക പ്രമാണം അത് ഖുർആൻ മാത്രമാണ്. ഹദീസുകൾ ഖുർആനിൻ്റെ വിരുദ്ധവും അത് പിൽക്കാലത്ത് ആരൊക്കെയോ എഴുതി ചേർത്തതുമായ കാര്യങ്ങളാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. പക്ഷെ ഹദീസിനും ഖുർആനിലൊക്കെ സുന്നത്ത് എന്ന് കാണുന്ന പദം അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളല്ല, മറിച്ച് അത് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചര്യകളാണ്. അതുകൊണ്ട് ഉദ്ദേശം അങ്ങനെയാണ് ചേകന്നൂർ മൗലവി വ്യാഖ്യാനിച്ചത്. അവിടുന്നാണ് അങ്ങോട്ട് ഹദീസ് നിഷേധം കേരളത്തിൽ തുടക്കം കുറിച്ചത്. ഹദീസിനെ പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ അതിനെ നിഷേധിക്കുന്ന, അതിനെ പ്രമാണമായി കാണാത്ത വിഭാഗം ആൾക്കാർ പ്രധാനമായും 3 കാരണങ്ങളാണ് അവർ സൂചിപ്പിക്കുന്നത്. അതിലൊന്ന്, ഹദീസുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം 200 വർഷങ്ങൾക്കിപ്പുറമാണ് ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടത്. അപ്പം അതിൽ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്, പലതും കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാദം. രണ്ടാമത്തത്, ഹദീസുകൾ മനുഷ്യരാൽ കൈമാറ്റപ്പെട്ട് വന്നതാണ്. കൈമാറ്റം മനുഷ്യരാൽ സംഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ അതിൽ അപാകതകൾ, ന്യൂനതകൾ വരാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തത്, ഇസ്ലാമിക നിയമങ്ങൾക്ക് ഖുർആൻ പൂർണ്ണമായും മതിയായതാകുന്നു, ഹദീസിലേക്ക് ആവശ്യമില്ല. ഈ 3 വാദങ്ങളാണ് അവർ ഹദീസിനെ പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ നിഷേധിക്കാൻ അവർ കൂട്ടുപിടിക്കുന്ന വാദങ്ങൾ. ഈ 3 വാദങ്ങളും തീർത്തും എന്താണ്? ആരോപണങ്ങളാണ്. വെറും തെളിവുകളില്ലാത്ത, പിൻബലമില്ലാത്ത വെറും വാദങ്ങളായി, പാഴ്വാക്കുകളായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഈ ഒരു വിഷയത്തിലായിരിക്കും തുടർന്നുള്ള ക്ലാസ്സുകൾ വരിക. ഒന്നെന്താണ് അവരുടെ വാദം? ഹദീസുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം 200 വർഷങ്ങൾക്ക് ശേഷമാണ് ക്രോഡീകരിക്കപ്പെട്ടത്. അതുകൊണ്ട് അതിനെന്തുണ്ടാവും? അധികം ഉണ്ടാവും, കുറെ കുറവുണ്ടാവും. രണ്ടാമത്തത്, ഹദീസുകൾ മനുഷ്യരാൽ കൈമാറ്റം ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് ന്യൂനതകളും അപാകതകളും ഉണ്ടാവും. മൂന്നാമത്തത്,
ഇസ്ലാമിക നിയമങ്ങൾ സ്ഥാപിക്കാനും അതിൻ്റെ നിയമങ്ങൾ ഉണ്ടാക്കാനും ഖുർആൻ പൂർണ്ണമായും മതിയായതാണ്, ഹദീസിലേക്ക് ആവശ്യമില്ല. ഈ 3 വാദങ്ങളും തെറ്റായ വാദങ്ങളാണ്. പക്ഷെ അത് തുടർന്നുള്ള ക്ലാസ്സുകളെയും അതിനെപ്പറ്റി പറയും. ഈ ദർസിൽ ഇൻഷാ അല്ലാഹ് ഹുജ്ജിയത്തു സുന്ന, സുന്നത്തിൻ്റെ പ്രാമാണികത എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഹദീസ് അത് മറ്റൊന്നിൻ്റെ പിൻബലം കൂടാതെ തന്നെ ദീനിൽ അതിന് പ്രാമാണികതയുണ്ട്, അത് ദീനിൻ്റെ പ്രമാണമാണ് എന്നറിയിക്കുന്ന ചില ആയത്തുകൾ. ഒന്ന് സൂറത്തുൽ നിസാഇന്റെ 65-ാമത്തെ ആയത്താണ്. ഖൗലുഹു തആല ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. فلا وربك, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറയാം. ഫലാ വറബ്ബിക, നിന്റെ റബ്ബ് തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂന, അവർ മുഅ്മിനീങ്ങളാവുകയില്ല. എന്നിട്ട് 3 കാര്യങ്ങളെന്ന് പറയാം. അവരുടെ ഈമാൻ പൂർണ്ണമല്ല, അവർ മുഅ്മിനീങ്ങളല്ല. ഈ 3 കാര്യങ്ങൾ ചെയ്യുന്നത് വരെ. ഒന്ന്, ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിലുള്ള പ്രശ്നങ്ങളിൽ താങ്കളെ വിധികർത്താവാക്കുന്നത് വരെ അവർ മുഅ്മിനാവുകയില്ല. രണ്ടാമത്തത് ثم لا يجدوا في أنفسهم حرجا مما قضيت, അവർക്കിടയിൽ താങ്കൾ വിധി നടപ്പാക്കിയ ആ വിധിയിൽ അവർ ഒരു പ്രയാസവും തോന്നാത്ത രീതിയിൽ അവർ ഉണ്ടാകുന്നത് വരെ അവർ മുഅ്മിനാവുകയില്ല. അപ്പോൾ റസൂൽ അവർക്കിടയിൽ ഒരു വിധി പറഞ്ഞാൽ അതിൽ അവർക്ക് മനസ്സിൽ യാതൊരു പ്രയാസവും ഉണ്ടാകൂല. പൂർണ്ണമായിട്ട് അംഗീകരിക്കേണ്ടവരാണ്, എന്നാലേ അവരുടെ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ. മൂന്നാമത്തത് വയുസല്ലിമു തസ്ലീമ, പ്രവാചകരെ അങ്ങേക്ക് മുമ്പിൽ അവർ പൂർണ്ണമായും കീഴൊതുങ്ങുന്നത് വരെയും അവരുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല. അപ്പൊ ഈ 3 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൽ സത്യം ചെയ്ത് പറയാം, ഈ 3 കാര്യങ്ങൾ ഒരടിമയിൽ ഉണ്ടാകുന്നത് വരെ ലാ യുഅ്മിൻ, അവരെന്തില്ല, മുഅ്മിനാവുകയില്ല. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിക്കാൻ യുഖ്സിമു തആല ബിനഫ്സിഹി അൽ കരീമത അൽ മുഖദ്ദസ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ അല്ലാഹുവിൻ്റെ മുഖദ്ദസായ നഫ്സിനെ സംബന്ധിച്ച് സത്യം ചെയ്യാൻ. അന്നഹു ലാ യുഅ്മിനു അഹദുൻ ഹത്താ യുഹക്കിമ റസൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിനെ വിധികർത്താവായി സ്വീകരിക്കുന്നത് വരെ ഒരാളും മുഅ്മിനാവുകയില്ല. ഫീ ജമീഇൽ ഉമൂരി, എല്ലാ വിഷയത്തിലും. ഫമാ ഹകമ ബിഹി ഫഹുവൽ ഹഖ്ഖു അല്ലദീ യജിബുൽ ഇൻഖിയാദു ലഹു ബാത്തിനൻ വ ളാഹിറ. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യത്തിനൊരു വിധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബാഹ്യമായും പുറമേയും പൂർണ്ണമായും അംഗീകരിക്കാൻ ഒരു മുസ്ലിമിൻ്റെ മേൽ നിർബന്ധമായ വാജിബാണ്. അതില്ലെങ്കിൽ അവൻ്റെ ഈമാൻ പൂർണ്ണമാവുകയില്ല. ഇതാണ് ഒന്നാമത്തെ ആയത്ത്. രണ്ടാമത്തെ ആയത്ത് സൂറത്തുൽ നിസാഇന്റെ 59-ാമത്തെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ ഉലിൽ അംരി മിൻകും فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا. സൂറത്തുൽ നിസാഇന്റെ 59-ാമത്തെ ആയത്താണ്. ആയത്തിന്റെ അർത്ഥം യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെയും അല്ലാഹുവിൻ്റെ റസൂലിനെയും അനുസരിക്കുക. വ ഉലിൽ അംരി മിൻകും, നിങ്ങളുടെ ഭരണാധികാരിയെ, നിങ്ങളുടെ നേതൃത്വത്തെ നിങ്ങൾ അംഗീകരിക്കുക. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, ഇനി വല്ല വിഷയത്തിലും നിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായാൽ, തർക്കത്തിലായാൽ, ഫറുദ്ദൂഹു ഇലല്ലാഹ്, നിങ്ങൾ ആ വിഷയത്തെ അല്ലാഹുവിലേക്ക് വിടുക. വർ റസൂലി, അല്ലാഹുവിൻ്റെ റസൂലിലേക്ക് വിടുക. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ. ഇതാണ് ആയത്ത്. ഇമാം ഷാത്തിബി റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് സൂചിപ്പിക്കാൻ വസാഇറു മാ ഖുരിന ഫീഹി തഅത്തുർ റസൂലി ബിതഅത്തില്ലാഹ്,
ഖുർആനിൽ എവിടെയും അള്ളാഹുവിനോടുള്ള അനുസരണത്തിൽ റസൂലിൻ്റെ താഅത്തിനെ ചേർത്ത് പറഞ്ഞാൽ അതെന്തിനെ അറിയിക്കുന്നു? അള്ളാഹുവിനെ അനുസരിക്കുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നിറവേറ്റിക്കൊണ്ടും അള്ളാഹുവിൻ്റെ നിരോധനം ഒഴിവാക്കിക്കൊണ്ടുമാണ്. അതേപോലെ റസൂലിനോടുള്ള അനുസരണം റസൂലിൻ്റെ കൽപ്പനകൾ നിറവേറ്റിക്കൊണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ചത് ഒഴിവാക്കിക്കൊണ്ടുമാണ്. മിമ്മ ലൈസ ഫിൽ ഖുർആൻ, ഖുർആനിലില്ലാത്ത റസൂലിൻ്റെ നിയമങ്ങൾ, റസൂലുണ്ടാക്കിയ നിയമങ്ങൾ, റസൂലിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും. അപ്പം ഖുർആനിലുള്ളത് അനുസരിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ അനുസരിക്കലാണ്. ഹദീസിലുള്ളത് അനുസരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കലാണ്. അദ്ദേഹം അവിടെ പറഞ്ഞു വെച്ചു. അപ്പോൾ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണ്? സുന്നത്ത് പ്രമാണമാണ് ദീനിൽ. ഒന്ന് കിതാബാണ്, രണ്ട് സുന്നത്താണ്. മൂന്നാമത്തെ ആയത്ത് ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. സൂറത്ത് ആലി ഇംറാനിലെ 31-ാമത്തെ ആയത്താണ്. ഖുൽ പ്രവാചകനെ അങ്ങ് അവർക്ക് അറിയിച്ചു കൊടുക്കുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക. യുഹ്ബിബുകുമുല്ലാഹ്, അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഇഷ്ടപ്പെടും. ഈ ആയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളുടെയും പ്രവർത്തനങ്ങളുടെയും പ്രമാണത്തെ അറിയിക്കുന്നു. എങ്ങനെ? കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റൽ, റസൂലിൻ്റെ കൽപ്പനകൾ അംഗീകരിച്ചുകൊണ്ടും നിരോധനങ്ങൾ ഒഴിവാക്കിക്കൊണ്ടും റസൂലിനെ പിൻപറ്റുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ സ്നേഹം അടിമകൾക്ക് ലഭിക്കാനുള്ള ഒരു കാര്യമാണ്, ഒരു സബബാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയാൽ എന്താവുള്ളൂ? അള്ളാഹുവിൻ്റെ സ്നേഹം കരസ്ഥമാവുകയുള്ളൂ. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീത്ത് ദീനിൽ ഒരിക്കലും ഒഴിവാക്കാൻ പാടുള്ളതല്ല. നാലാമത്തെ ആയത്ത് സൂറത്തുൽ നൂറിൻ്റെ 63-ാമത്തെ ആയത്താണ്. സൂറത്തുൽ നൂർ 63. فليحذر الذين يخالفون عن أمره أن تصيبهم فتنة أو يصيبهم عذاب أليم. فليحذر, സൂക്ഷിക്കുക, الذين يخالفون عن أمره, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾക്ക് എതിര് കാണിക്കുന്നവർ, അതിനോട് ധിക്കാരം കാണിക്കുന്നവർ സൂക്ഷിക്കുക. അൻ തുസീബഹും ഫിത്ന, അവർക്ക് ഫിത്ന ബാധിക്കുന്നതിന്, ഔ അല്ലെങ്കിൽ യുസീബഹും അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷ അവർക്ക് വന്ന് ഭവിക്കുന്നതിനെ അവർ സൂക്ഷിക്കുക. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറയാണ്, ഫല്ലഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി, റസൂലിൻ്റെ കൽപ്പനക്ക് എതിർ പ്രവർത്തിക്കുക എന്നുള്ള ഉദ്ദേശം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച കാര്യങ്ങൾ, ഹുവ സബീലുഹു വമിൻഹാജുഹു വതരീഖതുഹു വസുന്നതുഹു വശരീഅതുഹു, എല്ലാം പെട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന് ശേഷമുള്ള 23 വർഷം ആ ജീവിതകാലത്തുള്ള റസൂലിൻ്റെ എല്ലാ ചര്യകളും കൽപ്പനകളും നിരോധനങ്ങളും ജീവിത ശൈലിയും എല്ലാം. അതുപോലെ തന്നെ ഫതൂസലുൽ അഖ്വാലു വൽ അഅമാലു ബിഅഖ്വാലിഹി വഅഅമാലിഹി, എല്ലാ മനുഷ്യന്റെ പ്രവർത്തനങ്ങളെയും വാക്കുകളെയും റസൂലിൻ്റെ വാക്കുകളും പ്രവർത്തനങ്ങളുമായിട്ടാണ് അളക്കപ്പെടുന്നത്. അതിനോട് യോജിച്ചാൽ കുബിൽ, അത് സ്വീകരിക്കപ്പെടും, ആഖിറത്തിൽ അതിന് പ്രതിഫലം നൽകപ്പെടും. ഇനി ആ അടിമകളുടെ പ്രവർത്തനങ്ങൾ, വാക്കുകൾ റസൂലിൻ്റെ വാക്കുകളോടും പ്രവർത്തനങ്ങളോടും എതിരായാൽ അത് മർദൂദുൻ, തള്ളപ്പെടുന്നതുമാകുന്നു. അപ്പോൾ ഈ ഹദീത്തും അതിനെ അറിയിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീത്തുകൾ ദീനിൽ പ്രമാണമാണ്. അതേ വിശദീകരിക്കാൻ ഫല്ലഹദർ എന്നുകൊണ്ടുള്ള ഉദ്ദേശം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിന് ആരാണോ എതിരാകുന്നത് അവൻ പേടിക്കുക. അവൻ്റെ ഹൃദയത്തിൽ കുഫ്ർ, നിഫാഖ്, ബിദ്അത്ത് എന്ന രോഗങ്ങൾ വരുന്നതിനെ അവൻ പേടിക്കുക. അല്ലെങ്കിൽ ദുനിയാവിൽ ശിക്ഷകൾ നൽകപ്പെടുന്നത്, അദാബുൽ അലീം എന്നല്ലോ,
രണ്ട് രീതിയിലാണ്. ഒന്ന് ദുനിയാവിലുള്ള ശിക്ഷ, എന്താണ് ഹദ്, ഹബ്സ്, അതൊക്കെ ആർക്കാണ് നടപ്പാക്കപ്പെടുക? മുർത്തത്തിനാണ്. ഇപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കാര്യം ഒരാൾ നിഷേധിച്ചാൽ, അതിനെ മാറ്റിവെച്ചാൽ മുർത്തത്താണ്. അപ്പോൾ ഹദീത്ത് ദീനിലില്ല എന്ന് പറയുന്നതോട് കൂടി ഒരാൾ എന്തായി? മുർത്തത്തായി. അതാണ് യുസീബഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ അവന് വരുന്നതിന് അവൻ പേടിക്കുക. ആ ശിക്ഷ എന്താണ്? ദുനിയാവിൽ നടപ്പാക്കപ്പെടുന്ന ഹദ്ദുകളാണ്. എന്നാൽ ആഖിറത്തിൽ കുഫറിന്റെ ശിക്ഷ, അള്ളാഹുവിന്റെ ഭാഗത്തുള്ള വേറെ ശിക്ഷ. അഞ്ചാമത്തെ ആയത്ത് വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. സൂറത്തുൽ ഹശ്റിന്റെ 7ാമത്തെ ആയത്താണ്. വമാ ആതാകുമുർ റസൂലു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് കൊണ്ടുതന്ന കാര്യങ്ങൾ, ഫഖുദൂഹു നിങ്ങൾ അത് സ്വീകരിക്കുക, വമാ നഹാകും അൻഹു ഫൻതഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ കാര്യങ്ങളാണോ നിരോധിച്ചത് അത് ഒഴിവാക്കുക, വെടിയുക. ഈ ആയത്തിൽ നമ്മൾ അറിയിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനായിട്ട് എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ സ്വീകരിക്കൽ ഖുർആന്റെ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചോളം വാജിബാണ്. അപ്പം ഖുർആൻ മാത്രം മതി, ഹദീസ് വേണ്ട എന്ന് പറയുന്ന ആൾക്കാർ ഈ ആയത്തിനെയും മാറ്റിവെക്കേണ്ടി വരും. ഈ ആയത്ത് ഖുർആനുള്ള കാലത്തോളം ഖുർആൻ എടുത്തിട്ട് ഒരാൾ എനിക്കിത് മാത്രം മതി എന്ന് പറയുന്നത് ആ ഖുർആന് തന്നെ എതിരാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഏതൊരു കാര്യം അത് അംഗീകരിക്കലും അതനുസരിക്കലും ഒരു മുഅ്മിനിന്റെ മേൽ വാജിബാണ്. വമാ നഹാകും അൻഹു ഫൻതഹു. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ച ഏത് കാര്യമുണ്ടോ അത് ഒഴിവാക്കലും വാജിബാണ്. 5 ആയത്തുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ദീനിൽ പ്രമാണമാണ് എന്നറിയിക്കുന്ന 5 ആയത്തുകളാണ്. അപ്പം ഖുർആൻ മാത്രം മതി എന്ന് പറഞ്ഞ, ഹദീസുകൾ വേണ്ട എന്ന് പറഞ്ഞ് ഹദീസുകളെ മാറ്റിവെച്ച് ഖുർആൻ മാത്രം എടുക്കുന്ന ആൾക്കാർ ഈ 5 ആയത്തിനവർ നിഷേധിക്കുന്നവരെ. അപ്പം ഖുർആൻ മാത്രം മതി എന്നത് ഖുർആനെ മുറുകെ പിടിക്കുന്ന ആളെന്ത് ചെയ്തു? ആ ഖുർആനെ ഒഴിവാക്കുന്നത് പോലെയാവുന്നു. ഇനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ദീനിൽ പ്രമാണമാണ് എന്നറിയിക്കുന്ന ഹദീസുകൾ. ഒന്ന്, മിഖ്ദാദ് ബിൻ മഅദി കരീം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഇന്നി ഊതീതുൽ കിതാബ വമിസ്ലഹു മഅഹു. അലാ, നിങ്ങൾ അറിയുക, ഇന്നി ഊതീതുൽ കിതാബ്, എനിക്ക് ഖുർആൻ നൽകപ്പെട്ടു, വമിസ്ലഹു മഅഹു, അതേപോലെ ഉള്ളതും അതിൻ്റെ കൂടെ എനിക്ക് നൽകപ്പെട്ടു. എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. കാരണം അല്ലാഹുവിൻ്റെ റസൂൽ ദീനിൻ്റെ കാര്യത്തിൽ ദീനിൻ്റെ വിഷയത്തിൽ ഒരു കാര്യം പറയുകയാണെങ്കിൽ അതൊരിക്കലും റസൂലിൻ്റെ തന്നിഷ്ടപ്രകാരം അല്ലാഹുവിൻ്റെ റസൂൽ പറയില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിൻ്റെ കാര്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് വഹീൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും വഹിയാണ്. ഈ ആയത്താണ് തെളിവ്. അപ്പം ഹദീസ് വേണ്ട, ഖുർആൻ മാത്രം മതി എന്ന് പറയുന്ന ആൾക്കാരും ഈ ആയത്തിനായി എന്ത് ചെയ്തു? വേണ്ടാന്ന് വെച്ചു. അപ്പം അതൊരിക്കലും എന്തില്ല, നടക്കൂല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇന്റെ ഖുതുബയിൽ 2 കാര്യങ്ങളാണ് നമുക്ക് നൽകിയത്, അല്ലേ? ഒന്ന് കിതാബുല്ലാഹി വസുന്നത റസൂലിഹി. എന്നിട്ട് റസൂൽ എന്ത് പറഞ്ഞു? ലൻ തദില്ലു ഇൻ ഇഅ്തസംതും ബിഹിമാ. ഈ 2 മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ ദലാലത്തിലാവുകയില്ല. അതിനർത്ഥം എന്താണ്? ഒന്ന് ഒഴിവാക്കി മറ്റതിനെ പിടിച്ചാൽ ഓൻ ദലാലത്തിലാണ്. ഒരാൾ ഖുർആനെ പിടിച്ചു ഹദീസ് ഒഴിവാക്കി ഓൻ ദലാലത്തിലാണ്. ഒരാൾ ഖുർആൻ ഒഴിവാക്കി ഹദീസിനെ മാത്രം സ്വീകരിച്ചു ഓനും ദലാലത്തിലാണ്. ഈ 2നെയും ഒരേപോലെ ആരാണ് മുറുകെ പിടിക്കുന്നത്? ഓനെന്തില്ല, ലൻ തദില്ലു അബദ, ഓൻ ഒരിക്കലും ദലാലത്തിലാവുകയില്ല, വഴിപിഴക്കുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അലാ യൂശികു റജുലുൻ ശബ്ആൻ, നല്ല വയറ് നിറച്ച് ആഹാരം കഴിച്ച്
അല അരീകത്തി, തൻ്റെ ചാര് കസേരയിൽ ചാരിയിരിക്കുന്ന ഒരാൾ വരാൻ അടുത്തിരിക്കുന്നു. യഖൂൽ, അങ്ങനെ അവൻ്റെ ചാര് കസേരയിൽ ചാരിയിരുന്നവൻ പറയും, അലൈക്കും ബിഹാദൽ ഖുർആൻ, ഈ ഖുർആനെ നിങ്ങൾ മുറുകെ പിടിച്ചു. ഫമാ വജദ്തും ഫീഹി മിൻ ഹലാലിൻ ഫഅഹില്ലൂഹു, ആ ഖുർആനിൽ എന്താണോ ഹലാലായി കാണുന്നത് അതിനെ നിങ്ങൾ ഹലാലായി സ്വീകരിക്കുക. വമാ വജദ്തും ഫീഹി മിൻ ഹറാമിൻ ഫഹർരിമൂഹു, ആ ഖുർആനിൽ എന്താണോ ഹറാമായി നിഷിദ്ധമായിട്ട് നിങ്ങൾ കാണുന്നത് അതിനെ നിങ്ങൾ നിഷിദ്ധമായിട്ട് അംഗീകരിക്കുക എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ വരാനടുത്തിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഖുർആനെ പോലെ എനിക്കതിനെ പോലെ തുല്യമായിട്ട് മറ്റൊന്നും കൂടി കിട്ടിയിട്ടുണ്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതോ എനിക്ക് ഖുർആന്റെ കൂടെ ഹദീസ് ലഭിച്ചിട്ടുണ്ട്, ഈ ഹദീസിനെ നിഷേധിച്ച് ഖുർആൻ മാത്രം മതി എന്ന് പറയുന്ന ഒരു വിഭാഗം വരും. നിങ്ങൾ അവരെ കരുതിയിരിക്കുക, സൂക്ഷിക്കുക എന്നാണ് ഹദീസിന്റെ അർത്ഥം. മറ്റൊരു അതേ ഹദീസിന്റെ വേറൊരു റിവായത്തിൽ കാണാം, ബാക്കി ഭാഗം, വഇന്നമാ ഹറമ റസൂലുള്ളാഹി കമാ ഹറമല്ലാഹ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷിദ്ധമാക്കിയത് അള്ളാഹു നിഷിദ്ധമാക്കിയത് പോലെയാണ്. അപ്പോൾ ഒരിക്കലുമില്ല ഹദീസ് വിട്ട് ഖുർആൻ മാത്രം എടുക്കുക എന്നുള്ളത് ഒരിക്കലും സ്വീകാര്യമല്ല. അല്ല, അങ്ങനെ എടുത്താൽ തന്നെ അത് വലിയ അബദ്ധമാണ്. കാരണം നമുക്കറിയാം, ഖുർആൻ അവതരിച്ചത് സൂറത്ത് അലഖിന്റെ ആദ്യത്തെ 5 ആയത്താണ് ആദ്യം അവതരിച്ചത്. പിന്നെ സൂറത്തുൽ മുദ്ദസ്സിറാണ് അവതരിക്കുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് ഹദീസ് വേണ്ട, ഖുർആൻ മാത്രം മതി. ഹദീസൊക്കെ പിന്നീട് രേഖപ്പെടുത്തപ്പെട്ടതാണ്, ക്രോഡീകരിക്കപ്പെട്ടതാണ്. ഖുർആനാണ് ദീനിന്റെ പ്രമാണം, അത് ഖുർആൻ എന്തില്ല ഹദീസിലേക്ക് ആവശ്യക്കാരനില്ല എന്ന് പറഞ്ഞ ഖുർആൻ മാത്രം എടുക്കുന്ന ആൾക്കാർ, അവനെടുക്കുന്ന ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് ആരംഭിച്ച് സൂറത്തുൽ നാസിൽ അവസാനിക്കുന്നതാണ്. ഹദീസിന്റെ പിൻബലമില്ലാതെ ആ രീതിയിൽ ഖുർആൻ പൂർണ്ണമായി നമുക്ക് കിട്ടുക എന്നുള്ളത് സാധ്യമല്ല, അതൊരിക്കലും സാധ്യമല്ല. അപ്പം ഹദീസ് വേണ്ട എന്ന് പറഞ്ഞ ഖുർആൻ എടുക്കുന്ന ആൾക്കാർ അവൻ ഏത് ഖുർആനാണ് ഈ എടുക്കുന്നത്? ഹദീസിന്റെ പിൻബലമില്ലാതെ ഈ രീതിയിൽ സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് ആരംഭിച്ച് സൂറത്തുൽ നാസിൽ അവസാനിക്കുന്ന ഖുർആൻ ഹദീസിന്റെ പിൻബലമില്ലാതെ നമുക്ക് ലഭിക്കുക എന്നുള്ളത് അസാധ്യമാണ്. അതൊരിക്കലും അതെന്തില്ല, ഖുർആൻ എടുക്കുന്ന ആളെന്നെ എന്തുണ്ട്, ഇപ്പം ഖുർആൻ മതിയായിട്ട് ഖുർആൻ എടുക്കുന്നുണ്ടല്ലോ, അവർ ആ ഖുർആൻ എടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഹറാമാക്കിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയത് പോലെയാണ്. മൂന്നാമത്തെ ഹദീസ്, عن أبي رافع رضي الله عنه عن النبي صلى الله عليه وسلم قال لا ألفين أحدكم متكئا على أريكته. മറ്റേ ആദ്യം പറഞ്ഞ ഹദീസിന്റെ കുറച്ചുകൂടി വിശദീകരണം. ലാ ഉൽഫിയന്ന അഹദക്കും, നിങ്ങളിൽ ഒരാളെയും ഞാൻ കാണാതിരിക്കട്ടെ, അല അരീകത്തിഹി, അവന്റെ ചാരു കസേരയിൽ ഇരിക്കുന്നവനായിട്ട്, യഅ്തീഹിൽ അംറു മിൻ അംരി, എൻ്റെ കൽപ്പനയിൽപ്പെട്ട, എൻ്റെ കാര്യത്തിൽപ്പെട്ട ചില കാര്യങ്ങൾ, ചില കൽപ്പനകൾ അവൻ്റെ അടുക്കലേക്ക് വരും, അഥവാ എൻ്റെ ഹദീസുകൾ അവൻ്റെ അടുക്കലേക്ക് പറയപ്പെടും. മിമ്മ അമർതു ബിഹി, ഞാൻ കൽപ്പിച്ച, റസൂൽ പറയാണ്, ഞാൻ കൽപ്പിച്ചതായ കൽപ്പനകൾ, എൻ്റെ ഹദീസുകൾ അവൻ്റെ അടുക്കൽ പറയപ്പെടും. ഔ നഹൈതു അൻഹു, അല്ലെങ്കിൽ ഞാൻ നിരോധിച്ചതായ നിരോധനങ്ങൾ അവൻ്റെ മുമ്പിൽ പറയപ്പെടും. ഫയഖൂലു, അപ്പോൾ അവൻ പറയും, ലാ നദരി, അത് നമുക്കറിയില്ല. മാ വജദ്നാ ഫീ കിതാബില്ലാഹി ഇത്തബഅന, ഹദീസുകൾ നമുക്കറിയില്ല, അള്ളാഹുവിന്റെ കിതാബിൽ എന്താണോ ഉള്ളത് അതിനെ നമ്മൾ പിൻപറ്റും എന്ന് പറയുന്ന ഒരു രംഗം. ആ രീതിയിൽ നിങ്ങൾ പറയുന്ന ഒരവസ്ഥയിൽ ഞാൻ നിങ്ങളെ കാണാതിരിക്കട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് സഹാബാക്കളോട് പറഞ്ഞു. അപ്പൊ അന്നേ ഉണ്ടെന്ത്, ഈ ഹദീസ് നിഷേധത്തിന്റെ പ്രവണത അന്നേ ആരംഭിച്ചിട്ടുണ്ട്. നാലാമത്തെ ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബ, എൻ്റെ ഉമ്മത്ത് എല്ലാ ആൾക്കാരും സ്വർഗത്തിൽ പ്രവേശിക്കും, ഇല്ലാ മൻ അബ, വിസമ്മതിച്ചവൻ ഒഴികെ. സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് വമൻ യഅബ, ആരാണ് സ്വർഗപ്രവേശനം വിസമ്മതിക്കുക? എല്ലാവരും ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും അതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാഅനി ദഖലൽ ജന്ന,
ആരാണോ എന്നെ അനുസരിക്കുന്നത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. വമൻ അസാനി ഫഖദ് അബ, ആരാണോ എനിക്ക് ധിക്കാരം കാണിക്കുന്നത് അവൻ വിസമ്മതിച്ചിരിക്കുന്നു. ഈ ഹദീസ് എന്ത് കിട്ടും? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കലും ധിക്കാരം കാണിക്കാതിരിക്കലും സ്വർഗം നിർബന്ധമാക്കുന്ന കാര്യമാണ്. അപ്പൊ റസൂലിന്റെ ഹദീസുകളിലൂടെ അല്ലാതെ, റസൂലിന്റെ കൽപ്പനകൾ നിറവേറ്റിക്കൊണ്ടും നിരോധനങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുമല്ലാതെ ഒരാൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല. ഒരാൾ ഖുർആൻ മാത്രം എടുത്ത് റസൂലിന്റെ ഹദീസുകളും നിരോധനങ്ങളും കൽപ്പനകളും മാറ്റിവെച്ചാൽ ഫഖദ് അബ, അവരെന്താക്കി? സ്വർഗപ്രവേശനത്തിൽ നിന്നും വിസമ്മതം കാണിച്ചു. ഈ ഹദീസും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പ്രമാണമാണ്. അത് ദീനിൽ സ്വീകരിക്കപ്പെടേണ്ടതാണ്. അതൊരാൾ ഒഴിവാക്കിയാൽ സ്വർഗപ്രവേശനം അവന് തടയപ്പെടും എന്ന് മനസ്സിലാക്കും. അടുത്തൊരു ഹദീസ്, അഞ്ചാമത്തെ ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദഊനി മാ തറക്തുകും, ഞാൻ നിങ്ങൾക്ക് എന്താണോ നൽകിയത് അത് നിങ്ങൾ മുറുകെ പിടിക്കുക, മറ്റെല്ലാം ഒഴിവാക്കുക. ഇന്നമാ ഹലക മൻ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങൾ നശിപ്പിക്കപ്പെട്ടത് ബിസുആലിഹിം, അവർ അധികരിച്ച ചോദ്യങ്ങൾ കാരണമാണ്. വഖ്തിലാഫിഹിം അലാ അംബിയാഇഹിം, അവരുടെ അമ്പിയാക്കന്മാരുടെ വിഷയത്തിൽ അവർ അഭിപ്രായ വ്യത്യാസത്തിലായതുകൊണ്ടാണ്. ഫഇദാ നഹൈതുകും അൻ ശൈഇൻ ഫജ്തനിബൂഹു, റസൂൽ സരീഹായിട്ട് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു, ഫഇദാ നഹൈതുകും അൻ ശൈഇൻ ഫജ്തനിബൂഹു, നിങ്ങളിൽ ഞാനൊരു കാര്യം നിരോധിച്ചാൽ നിങ്ങൾ അത് ഒഴിവാക്കുക. വഇദാ അമർതുകും ബിഅംരിൻ ഫഅതു മിൻഹു മസ്തതഅതും, എന്നാൽ നിങ്ങൾ ഒരു കാര്യം കൽപ്പിച്ചാൽ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക? അത് ചെയ്യുക. റസൂൽ സരീഹായിട്ട് തന്നെ പറഞ്ഞു, എൻ്റെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കേണ്ടതാണ്, എൻ്റെ നിരോധനങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ആറാമത്തെ ഹദീസ്, ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യഅിശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ, എനിക്ക് ശേഷം ജീവിക്കുന്നവർ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ അവർ കാണും. ഫഅലൈകും ബിസുന്നതി, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക. വസുന്നത്തുൽ ഖുലഫാഇൽ മഹ്ദിയ്യീൻ അർ-റാഷിദീൻ, നിങ്ങൾ എൻ്റെ സന്മാർഗം സിദ്ധിച്ചവരായ സന്മാർഗികളായ എൻ്റെ ഖുലഫാ റാഷിദീൻ, എൻ്റെ സഹാബാക്കളുടെയും ചര്യകൾ നിങ്ങൾ മുറുകെ പിടിക്കുക. തമസ്സകൂ ബിഹാ, അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. വഅദ്ദു അലൈഹാ ബിന്നവാജിദ്, നിങ്ങൾ അണപ്പല്ല് കൊണ്ട് അതിനെ കടിച്ച് മുറുകെ പിടിക്കുക. വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുക. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ദലാല, എല്ലാ പുതുനിർമ്മികളും ബിദ്അത്താണ്, ബിദ്അത്ത് ദലാലത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഖുർആൻ പോലെ ഈ ഉമ്മത്തിന്, ഈ ദീനിൽ പ്രമാണമാണ്. അത് സ്വീകരിക്കപ്പെടേണ്ടതാണ്. ഒരാൾ അതിനെ മാറ്റിവെച്ചാൽ അവൻ ദീനിൽ നിന്നും പുറത്താണ്. ഇനി ഈ ഹദീസ് നമ്മുടെ നാട്ടിൽ അത്രയും കടുത്തപ്പെട്ട രീതിയിൽ ഹദീസ് നിഷേധം വളർന്നവരാണ്. ഒരു ഭാഗത്ത് ഹദീസിനെ പൂർണ്ണമായും നിഷേധിക്കുന്ന ആൾക്കാർ, ഖുർആൻ മാത്രം മതി എന്ന് പറയുന്ന, ഖുർആൻ ഹദീസിലും ഖുർആനിലും അല്ലാഹുവും റസൂലും താക്കീത് നൽകിയ, മുന്നറിയിപ്പ് നൽകിയ ഒരു വിഭാഗം, ഖുർആൻ മാത്രം മതി, ഹദീസ് വേണ്ട. മറുവിഭാഗത്ത് ചില ഹദീസുകളെ മാറ്റുന്നവർ, അവരുടെ താല്പര്യങ്ങൾക്കെതിരാകുമ്പോൾ പല ദുർവ്യാഖ്യാനങ്ങളും നടത്തി പല കാരണങ്ങളും പറഞ്ഞ് ആ ഹദീസുകളെ മാറ്റി നിർത്തുന്ന ആൾക്കാർ. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ദൗത്യം എന്ത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ലറല്ലാഹു ഇംറഅൻ, അല്ലാഹു ഒരുവന്റെ മുഖത്തെ പ്രകാശിപ്പിക്കട്ടെ. സമിഅ മിന്നാ ഹദീസൻ, നമ്മിൽ നിന്നും അവനൊരു ഹദീസ് കേട്ടു. ഫഹഫിളഹു, അവൻ അതിനെ ഹൃദയസ്ഥമാക്കി, ഹിഫ്ളാക്കി. ഹത്താ യുബല്ലിഗഹു, അങ്ങനെ അത് മറ്റുള്ളവരിലേക്ക് അവൻ എത്തിച്ചു. ഫറുബ്ബ ഹാമിലി ഫിഖ്ഹിൻ ഇലാ മൻ ഹുവ അഫ്ഖഹു മിൻ വറുബ്ബ ഹാമിലി ഫിഖ്ഹിൻ ലൈസ ബിഫഖീഹിൻ. എത്രയോ ആൾക്കാർ ഹദീസ് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർക്ക് കിട്ടാത്ത ഇൽമ് ആ ഹദീസ് കേട്ട് പഠിച്ച ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഹദീസ് മനസ്സിലാകാത്ത കാര്യങ്ങൾ നമ്മളിൽ നിന്നാണോ ആ ഹദീസ് കേൾക്കുന്നത്, അവർ നമ്മളെക്കാൾ വലിയ ഫിഖ്, നമ്മളെക്കാൾ വലിയ ഇൽമ് ആ ഹദീസിൽ നിന്നും അവർ കരസ്ഥമാക്കുന്നു. ജാബിർ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാം,
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇന്റെ സമയം ആ ഖുതുബയിൽ ഈ ഉമ്മത്തിന് വസിയത്ത് നൽകി. ആ വലിയ വസിയത്ത് എന്തായിരുന്നു? ഫവല്ലദി നഫ്സി ബിയദിഹി. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, അല്ലാഹുവാണ് സത്യം, ഇന്നഹാ ലവസിയതുഹു ഇലാ ഉമ്മത്തിഹി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായിട്ട് ഈ ഉമ്മത്തിനോട് വസിയത്ത് ചെയ്ത വസിയത്താണ് ഫൽയുബല്ലിഗി ഷാഹിദുൽ ഗായിബ്. ഇവിടെ ഷാഹിദായ ആൾക്കാർ, ഇവിടെ സന്നിധരായ ആൾക്കാർ, ഇവിടെ ഇല്ലാത്തവർക്ക് ഈ ദീൻ എത്തിച്ചു കൊടുക്കട്ടെ, ഈ ഹദീത്ത് എത്തിച്ചു കൊടുക്കട്ടെ എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്താണ്. ആ വസിയത്ത് നടപ്പാക്കുക എന്നുള്ളത് ഓരോ മുഅ്മിനിന്റെ മേലും വാജിബായ കാര്യം. കാരണം തൻഫീദുൽ വസിയ വാജിബ്. റസൂൽ സല്ലല്ലാഹു പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വസിയത്താകുമ്പോൾ അത് നടപ്പാക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സുന്നത്തിൻ്റെ വാഹകരാകുക, ഹദീത്ത് പഠിക്കുക, അതിൻ്റെ നിദാന ശാസ്ത്രം പഠിക്കുക. നമ്മൾ ആദ്യം സൂചിപ്പിച്ചു 3 കാരണങ്ങളാണ് ഹദീത്ത് നിഷേധിക്കുന്ന ആൾക്കാർ, പൂർണ്ണമായോ ഭാഗികമായോ ഹദീത്തിനെ തള്ളുന്ന നിഷേധിക്കുന്ന ആൾക്കാർ പ്രധാനമായും 3 കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം 200 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടത്. അപ്പം അതിൽ തെറ്റുകൾ സംഭവിക്കാം. 2, അത് മനുഷ്യരാൽ കൈമാറ്റം ചെയ്യപ്പെട്ടതാണ്, അതുകൊണ്ട് അതിൽ അധികം ഉണ്ടാവും, അതിൽ കുറവും ഉണ്ടാവും. 3, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞു, അവർ പ്രത്യേകം പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വേണ്ട, മറിച്ച് ഖുർആൻ മാത്രം ദീനിൽ പ്രമാണമായിട്ട് മതിയായതാകുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ ബലിഷ്ഠമായ അഭിപ്രായങ്ങളായ കാര്യങ്ങളാണ്. അതിനെ പ്രതിരോധിക്കാൻ, അതിനെതിരെ സംസാരിക്കാൻ നമ്മൾ പഠിക്കേണ്ടത് ഹദീസ് നിദാന ശാസ്ത്രം പഠിക്കുക. അത് വളരെ വ്യക്തമായി ജനങ്ങളിലേക്ക് എത്തിക്കുക. ഹദീസ് എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തിയത്, അതിലൊരിക്കലും ഒരു കൂട്ടിക്കടത്തലുകളോ ഒരു കുറവുകളോ അതിന് വരികയില്ല. ആ രീതിയിൽ ഈ ഉമ്മത്തിൻ്റെ സലഫുകൾ അതിനെ സംരക്ഷിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഈ ദിക്ർ അൽ കിതാബു വസ്സുന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുണ്ട്. അതിലൊന്നും എന്തില്ല അധികമാകുകയോ ഒന്നും കുറയുകയോ ഇല്ല. നമ്മൾ എന്ത് ചെയ്യാം, ഈ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. അത് നമ്മുടെ വലിയ ദൗത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ അവരുടെ അഭിപ്രായങ്ങളും അതിനുള്ള ഖണ്ഡനങ്ങളും മറുപടികളും ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിന് വേണ്ടി നിലകൊള്ളാനും അതിനുവേണ്ടി പരിശ്രമിക്കാനും അത് സഹീഹായ രീതിയിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. وآخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.